ഖുൻജോ മിനസാൻ മുറിം സൈക്കോപാത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, മുറിം സൈക്കോപാത്ത് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു മാൻഹോ സീരീസ് ആണ്. നിങ്ങൾക്ക് ഈ ഗോറും വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രം ഞാൻ സൈഡിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന ഒരു സീരീസ് മാത്രമാണിത്. ഇതല്ല നമ്മുടെ മെയിൻ ഫോക്കസ്. ഇത് എല്ലാ ദിവസവും ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഒരൊറ്റ ചാപ്റ്റർ ആയിരിക്കും മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്റ്റ് ആണ്. ഗൈസ്, ഞാൻ വീണ്ടും പറയുവാണ്, നമ്മുടെ ചാനലിൽ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത സീരീസിൽ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്റ്റ് ആണ് ഏറ്റവും ബെറ്റർ, വൺ പീസ് ഒഴികെ. സോ അതെന്തായാലും ഞാൻ എഴുതി ഒപ്പിട്ട് തരുവാണ്. നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ആ സീരീസ് ശരിക്കും നിങ്ങളെ ഞെട്ടിച്ചിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഒരു ചവറ് വരേണ്ടിയായിട്ട് അവൻ ഇരിക്കുവാണ്. അതാട്ടെ ഒരു കുതിരയുടെ കൂടിലാണ്. ഡാ സോസാമെന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്നൊരുത്തൻ അവിടുത്തെ കഥയും ചവിട്ടി തുറന്ന് നേരെ പുറത്തേക്ക് വന്ന്, മിസ്റ്റർ മാച്ചിൽ. നാറിയിട്ട് മേലടാ നിന്നെ. ഒരു കാര്യം ചെയ്, നീ എൻ്റെ കൂടാ, നിനക്ക് ഒരു പണിയുണ്ട്. അല്ല, ഞാൻ ഈ പണി ഇതുവരെ തീർത്തിട്ടില്ല. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണ്ടേ? പെട്ടെന്നാണ് അവൻ്റെ മുഖത്ത് കയറി അവൻ കുത്തിപ്പിടിച്ചത്. ടാ നായെ, നീ എന്താണ് വിചാരിച്ചത് ഞാൻ നിന്നോടൊക്കെ ചോദിച്ചു തന്നാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഡാൻഡ്രി ക്ലാൻ നിന്നെ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ ഒരു ഓർഫനായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ ക്ലാനിലെ ഒരു മെമ്പറൊന്നുമില്ല. നീ ആദ്യം നിന്റെ സ്ഥാനം മനസ്സിലാക്കി നിന്ന് വേണം. നീ ഇന്നും ഈ ക്ലാനിൻ്റെ ഒരു അടിമയാണ്. അവന് ഒന്നും തന്നെ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പിന്നെ കാണിക്കുന്ന ഒരു വെപ്പൺ സ്റ്റോറാണ്. രണ്ടുപേര് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അല്ല ഡോങ്ങോ, താങ്കളാണോ? അല്ല മാച്ചിലെവിടെ? ഓൾഡ് മാൻ, അത് വിട്ടേക്ക്. മാച്ചിൽ എന്തായാലും ആ ഒരു ഫീനിക്സ് ടവറിൽ ചെറിയൊരു പണിയുണ്ട്. ഞാനിപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അവൻ എന്തായാലും കുറച്ച് കുടിക്കുകയായിരിക്കും. അല്ല, നിങ്ങൾ ആരും ഒന്നാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷേ ഒരു കുതിരേനെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുവരായിരുന്നു. ഈ രണ്ടുപേരായിട്ട് ഇതെങ്ങനെയാണ് അവിടം വരെ കൊണ്ടുപോകുന്നത്? അത് കൊള്ളാം. രണ്ടുപേരോ? താങ്കൾക്ക് എന്നെ കണ്ണ് കാണാൻ മേലേ? നമ്മുടെ ഇവിടെ ഒരു നല്ലൊരു കുതിരയുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് സോസ അവനെ വലിച്ച് അവൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു. സോസ, നീ എന്ത് ചെയ്യുവാണ്? മര്യാദക്ക് ഇവിടെയുള്ള വെപ്പൺസ് എല്ലാം കൂടെ അവിടെ കൊണ്ട് വെക്കാൻ നോക്ക്. പിന്നെ കാണിക്കുന്നത് അവൻ പറയുന്നതാണ്, എന്തായാലും ഞാൻ പോന്ന്, എനിക്ക് കുറച്ച് പണിയുണ്ട് ആ ഒരു ഫീനിക്സ് ടവറിനിൽ. ഞങ്ങളുടെ ബ്രദർ സോസാം എന്തായാലും ഇവിടെയുണ്ട്. അവൻ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം നോക്കിക്കോളൂ. അവൻ ഇതൊക്കെ ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. എന്നാൽ ഇതേ സമയം അവൻ നിലത്ത് കിടന്ന് ഛർദ്ദിക്കുകയായിരുന്നു. ആ ഒരു കടക്കാരന് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കാണുന്നത് അത്രയും വെപ്പൺസ് എല്ലാം ഒരു ചാക്കിലിട്ടിട്ടുണ്ട് അവൻ മുന്നിലേക്ക് പോകുന്നതാണ്. വെപ്പൺസ് ആയതുകൊണ്ട് തന്നെ ആ ചാക്ക് മുറിഞ്ഞ് ആ നിലത്തേക്ക് വീഴുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ പെറുക്കിയിട്ട് വീണ്ടും അവനവിടുന്ന് വലിച്ച് കൊണ്ടുപോയി. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരമായി. ആ കടക്കാരൻ പറയും ചെയ്യും, എടാ നീ നന്നായിട്ട് ജോലി എടുത്ത്, പക്ഷേ നീ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. നിന്നെ കണ്ടിട്ട് നീ ഇപ്പോൾ മരിക്കുമെന്നാണ് തോന്നുന്നത്. ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല സൊസാം. എടാ ഞാൻ പറയുന്ന കേൾക്ക്. ഇല്ല, എനിക്ക് കുഴപ്പമില്ല. ആദ്യം പറഞ്ഞ് അവൻ്റെ കണ്ണ് പതുക്കെ പതുക്കെ മങ്ങി പോകുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ എന്തിനാണ്? ഇതേ സമയത്താണ് അവനൊരാളുടെ മേത്ത് പോയി ഇടിക്കുന്നത്. അവന് നേരെ നോക്കാനുള്ള ആവത് പോലുമില്ലായിരുന്നു. നിനക്കെത്ര ധൈര്യം ഉണ്ടട്ടാടാ നായിൻ്റെ മകനെ, നീ എൻ്റെ മേത്ത് വന്ന് മുട്ടിയത്? എന്നോട് എന്നോട് ക്ഷമിക്കൂ. എന്നാൽ അടുത്ത നിമിഷം അവൻ്റെ മുഖത്ത് ഒരു പഞ്ച് വന്ന് വീണ് അവനെ വലിച്ച് ദൂരത്തേക്ക് എറിഞ്ഞു. എല്ലാം എപ്പോഴാണ് കൈവിട്ടു പോയത്? എൻ്റെ കുടുംബമല്ല അവർ കൊടുങ്കയറ്റി മരിച്ചപ്പോഴാണോ? ഞാൻ മാത്രം ഇവിടെ സർവൈവ് ചെയ്തപ്പോഴാണോ? അതോ ജീവിക്കാനുള്ള കൊതി കാരണം ഞാൻ ഡാൻഡ്രി ഫാമിലിയുടെ ആ ഒരു ഗേറ്റ്സിൽ പോയി കൊട്ടിയപ്പോഴാണോ? എവിടെ വെച്ചാണ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയത്? ഇത് ഇതെന്തൊരു തണുപ്പാണ്! ഞാൻ ഞാൻ ഈ ലോകത്ത് ജനിക്കാൻ പോലും പാടില്ലായിരുന്നു. പിന്നെ അവൻ വീണ്ടും കണ്ണു തുറക്കുന്നുണ്ട്. അവനായിട്ട് ഒരു കണക്കിന് എഴുന്നേറ്റ് ഇരിക്കുകയും ചെയ്തു. അപ്പോ സോസാം. സോസാം എന്നാണ് ഈ പയ്യന്റെ പേര്. എന്നിട്ട് അവൻ എണീറ്റ് ആ സ്ഥലമൊക്കെ ചുറ്റിനും നോക്കുകയും ചെയ്യും. ഈ ഒരു സ്റ്റേബിൾ ഇത് അവന്റെ മെമ്മറീസിലുള്ള പോലെ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥ സോസാം അവന്മാരെ തല്ലുകൊണ്ടാണ് ഇവിടെ മരിച്ചത്. അവൻ മരിച്ചതിന് ശേഷം ഞാൻ അവന്റെ ബോഡി കൈയേറുകയും ചെയ്തു. പക്ഷേ ഇതെന്താണ്? പിന്നെ കാണിക്കുന്നത് അവിടെ ഒരു സിസ്റ്റം വിൻഡോയാണ്. വെൽക്കം ടു മുറിം ഓൺലൈൻ, ദ വേൾഡ് വെയർ ദി സ്ട്രോങ്ങസ്റ്റ് റിസൈഡ്. ഇതൊരു ഓൺലൈൻ ഗെയിമിൻ്റെ ഒരു സ്റ്റാറ്റസ് വിൻഡോ അല്ലേ? അതിനുശേഷമാണ് ആ ഒരു മുറിം കാണിക്കുന്നത്. നാശം, ഞാൻ എന്തിനാണ് ഈ വൃത്തിയിട്ട പണി ചെയ്യുന്നത്? ഡാൻഡ്രി ക്ലാനിൽ ഇത് ചെയ്യാനായിട്ട് വേറൊരു നാറികളും ഇല്ലേ? സത്യം പറഞ്ഞാൽ വലിയ കാലമുണ്ടായിട്ടാണ് ആ നായ അവിടെ കിടക്കുന്നത്. ഒരു കാര്യമില്ലാതെ ആ പെങ് ഡോറാങ്ങിൻ്റെ മുമ്പിലേക്ക് പോയി ചാടി കൊടുക്കുകയും ചെയ്തു. അവനാണെങ്കിൽ ഒട്ടും ദേഷ്യമില്ലാത്ത നായാണ്. അവനവനെ വെറുതെ അല്ല പിടിച്ച് പെരുമാറി വിട്ടത്. കോപ്പ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നെപ്പോലൊരു മഹത്തായ വ്യക്തി ആ നായിൻ്റെ മോന് ഫുഡ് കൊണ്ടു കൊടുക്കുന്ന. ഞാൻ ഒരു കാര്യം പറയാം, അവനെങ്ങി കൊന്നേക്ക്.
കൊല്ലണമെന്നുണ്ട്, പക്ഷെ ഇത് ശരിക്കും റിസ്ക്കിയാണ്. എൻ്റെ കഴുത്ത് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തൽക്കാലം സൂക്ഷിച്ച് തന്നെ ഇവിടേക്ക് വരാം. ഡാ നായേ, ഇന്നാ നീ എടുത്ത് കഴിക്കെന്ന് പറഞ്ഞ് ആ പാത്രം ആ ഫുഡും കൂടെ അവൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തു. അവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ചെറുതായിട്ട് അവിടേക്കൊന്ന് നോക്കി. 2 ആഴ്ച കടന്നു പോയിരിക്കുന്നു ഞാൻ ഈ സ്ഥലത്ത് എഴുന്നേറ്റിട്ട്. ആൻഡ് ഈ സമയം കൊണ്ട് ഞാൻ ഈ സ്ഥലത്തിനെ പറ്റി കുറേയധികം ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ആദ്യം ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ചൈനീസ് ക്യാരക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ചൈനയല്ല. കാര്യം ഇവിടെ മാർഷൽ ആർട്സ് ഉണ്ട്. കഥയിലും നോവലിലൊക്കെ കേട്ടതുപോലെ തന്നെ ആൾക്കാരിവിടെ പറന്ന് നടക്കുകയാണ് മാർഷൽ ആർട്സ് പഠിച്ചുകൊണ്ട്. അവരെല്ലാവരും നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ മാർഷൽ ആർട്സ് ജീവിക്കുന്ന ഒരു യുഗമാണ്. മുറിം ഓൺലൈൻ എങ്ങനെയാണോ അതുപോലെ തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഈ സിസ്റ്റം വിൻഡോയാണ്. എന്താണ് കാര്യം എന്ന് പറഞ്ഞൂടാ. പക്ഷേ ആ ഒരു മുറിം ഓൺലൈൻ്റെ ആ ഒരു സിസ്റ്റം വിൻഡോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇത് ഗെയിമിൻ്റെ ഉള്ളിലാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എന്നാൽ ഞാൻ അനുഭവിക്കുന്ന ഈ വേദന പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല. അതിനു പുറമെ ഇവിടെയുള്ള ഓരോരുത്തർക്കും അവരുടേതായ ഇമോഷനുണ്ട്. അവരെല്ലാവരും ജീവനുള്ളത് പോലെ തന്നെയാണ്. സോ എൻ്റെ ചോദ്യം ഇതാണ്. ഞാനൊരു പ്ലെയറാണോ അതോ ഞാനൊരു മനുഷ്യനാണോ? ഹാ, എന്തെങ്കിലുമൊക്കെ ആട്ടെ. അല്ലേ, ഇതാര് നമ്മുടെ ബ്രദർ സോസാമല്ലേ? നിന്റെ ആർക്കും കൊള്ളാത്ത ജീവിതം എങ്ങനെ പോന്നു? സത്യം പറഞ്ഞ ഒരു നായിൻ്റെ മകൻ കാരണം ഞങ്ങൾ അവിടെ കിടന്ന് പണിഷ്മെൻ്റ് എടുക്കാൻ നിർത്തു. നീ ഇവിടെ സുഖിച്ചങ്ങോട്ട് കഴിയുന്നാണ് അവിടെ വിചാരിച്ചത്. ആ സമയത്ത് അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ഒന്നും തന്നെ മിണ്ടില്ല. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് അവിടെ ഉണ്ടെന്ന ആ ഫുഡ് എടുത്ത് മുഴുവൻ അങ്ങോട്ട് എടുത്ത് വിഴുങ്ങി. ഡാ അഹങ്കാരി, നീ എന്താടാ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നാണ് അവനെ നോക്കി ആ പാത്രം നിലത്തേക്ക് അടിച്ചു പൊട്ടിച്ച് അതിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് അവൻ്റെ കഴുത്തിലേക്ക് അവൻ കുത്തി ഇറക്കിയത്. അവൻ്റെ കണ്ണിൽ ആ ദേഷ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ പേടിച്ച് വിറച്ചുപോയി. നിനക്കറിയാവുന്ന പയ്യനുണ്ടല്ലോ, അവൻ മരിച്ചിട്ട് കുറച്ചധികം നാളായടാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഡോങ്ങോ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നാൽ അതേ നിമിഷം മറ്റേ സൈഡിൽ നിന്ന് അവൻ്റെ കഴുത്തിലേക്ക് വീണ്ടും അവൻ കുത്തിക്കയറ്റി. എന്നിട്ട് ഒരു ഭ്രാന്തനെ പോലെ അവൻ്റെ കയ്യിലുണ്ടെന്ന ആ മൂർച്ചയുള്ള കല്ലുകൊണ്ട് അവൻ്റെ കഴുത്ത് അവൻ അറുക്കാൻ തുടങ്ങി. ഒരു ഭ്രാന്തനെ പോലെ കഴുത്ത് കുത്തി കീറി കീറി ആ ചോര മുഴുവൻ അവൻ പുറത്ത് കൊണ്ടുവരാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ അവൻ്റെ രക്തത്തിൽ നിന്ന് പുറത്തു വന്ന ആ ചോര അവിടെ ഒരു മഴയായിട്ട് പെയ്തിറങ്ങി. അതവൻ ആസ്വദിക്കാനും തുടങ്ങി. ഞാൻ ഞാനൊരു മനുഷ്യനാണോ ഒരു പ്ലെയറാണോ? പക്ഷേ എന്താണെങ്കിലും അതെന്നെ ബാധിക്കത്തില്ല. ഈ സ്ഥലം എനിക്ക് ശരിക്കും ഇഷ്ടമായി. ഇത് ശരിക്കും റിയാലിറ്റി തന്നെയാണ്. ഈ ലോകത്ത് അതിൻ്റെതായ ഒരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് ഇവിടെയുള്ള വീക്കായുള്ളവരെ സ്ട്രോങ് ആയിട്ടുള്ളവർ പ്രേ ചെയ്യുമെന്നാണ്. ഈ സ്ഥലമാണ് എനിക്കിഷ്ടമുള്ള സ്ഥലം. ഇവിടെ എൻ്റെ ഹൃദയം നിറയുന്നത് വരെ എനിക്ക് ഹണ്ട് ചെയ്യാൻ പറ്റും. ആരെ വേണമെങ്കിലും എനിക്ക് ഹണ്ട് ചെയ്യാൻ പറ്റും. എന്നെപ്പോലെ കുറേയധികം ആൾക്കാർ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. അല്ല, എന്നെക്കാട്ടും സ്ട്രോങ്ങറായ പലരും ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. എൻ്റെ ശരീരം റിക്കവർ ആവുന്ന അടുത്ത നിമിഷം തന്നെ ഞാൻ എൻ്റെ വേട്ട ആരംഭിക്കും. ഈ ഒരു പ്രെഡേറ്റേഴ്സിൻ്റെ ലാൻഡിൽ ഞാനൊരു എപ്പെക്സ് പ്രെഡേറ്ററായി മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.